പാഠം 402 ഒരു കാള പെറ്റ കഥ. ഹലോ, അതെ മോഹനകൃഷ്ണനാണ്. സഹദേവ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ചു നാളായി ഇങ്ങോട്ട് വിളിയൊന്നുമില്ലല്ലോ. തഹസിൽദാരനോട് പറഞ്ഞിരുന്നു, എല്ലാം വിശദമായിട്ട് പറഞ്ഞു. അതെന്ത് ചോദ്യമാ സഹദേവ? കൃത്യം 10:30 ഞാൻ താലൂക്ക് ഓഫീസിലെത്തിയിരിക്കും. കൊള്ളാം. കെ മോഹനകൃഷ്ണൻ ഒരു സമയം പറഞ്ഞാൽ പറഞ്ഞതാ. ശരി, അപ്പൊ താലൂക്ക് ഓഫീസിലാണ്. മോഹനേട്ടൻ ആരോടാ സംസാരിച്ചത്? താലൂക്ക് ഓഫീസിലെ സഹദേവനാ. കളക്ടർ പങ്കെടുക്കുന്ന ഒരു യോഗത്തിന്റെ കാര്യം സംസാരിക്കാനാ ഇപ്പൊ വിളിച്ചത്. ഞാൻ കൃത്യസമയത്ത് ചെല്ലുമോ എന്ന് സഹദേവനൊരു സംശയം. ഇത്രയും കാലമായിട്ട് ഒരിക്കൽ പോലും ഒരു സമയവും കെ മോഹനകൃഷ്ണൻ തെറ്റിച്ചിട്ടില്ല എന്നുള്ള കാര്യം സഹദേവൻ മറന്നുപോയി. എന്താണ് മോഹനേട്ടന്റെ ഉദ്ദേശം? എന്താണ്? ഇന്ന് എത്രയാ തീയതി എന്നറിയോ? മെയ് 28. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മോഹനേട്ടൻ ഓർമ്മയുണ്ടോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലായില്ല. മോഹനേട്ടന് പിന്നെ ഒന്നും മനസ്സിലാവില്ല. ഇന്നലെയും കൂടി ഞാൻ ഓർമ്മിപ്പിച്ചതല്ലേ മോഹനേട്ടനെ? ഇന്ന് ലീവ് എടുത്ത് ആലീസിന്റെ കല്യാണത്തിന് വരാമെന്ന് മോഹനേട്ടനല്ലേ സമ്മതിച്ചത് അല്ലേ? മോഹനേട്ടാ, ഇനി ഒന്നും പറയണ്ട. +2 മുതൽ ഒരുമിച്ച് പഠിക്കുന്ന ഞാനും ആലീസും ലോ കോളേജിൽ പഠിക്കുമ്പോ ഹോസ്റ്റലിന്റെ റൂംമേറ്റ് ആയിരുന്നു അവള്. 4 വർഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണത്തിന് വിളിച്ചപ്പോ അവള് തലേ ദിവസം മുതൽ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവളുടെ അനിയന്റെ കല്യാണം വിളിക്കുമ്പോ നമ്മളങ്ങ് ചെല്ലാതിരുന്നാലോ? ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ വന്ന ദിവസം തന്നെ ഞാൻ മോഹനേട്ടനോട് പറഞ്ഞതാണ്, വേറെ ഒന്നും കേറി ഏക്കരുതെന്ന്. ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചു. അപ്പൊ എന്നോട് മോഹനേട്ടൻ പറഞ്ഞെന്താണ്? ഭാമേ, ഞാനൊന്നും മറക്കില്ല എന്ന്. എന്നിട്ടിപ്പോ താലൂക്ക് ഓഫീസിൽ കളക്ടറുടെ യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരുങ്ങിട്ട് ഇറങ്ങാൻ പോണു. മോഹനകൃഷ്ണൻ സമയം പാലിക്കുന്നവനാണ്, വാക്ക് പാലിക്കുന്നവനാണ്. നാട്ടുകാർക്ക് കൊടുത്ത സകല വാക്കും പാലിക്കും. സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ മാത്രം ഒരു വാക്കും പാലിക്കില്ല. മോഹനേട്ടാ, ഇത് പ്രശ്നമാവും. ഇന്ന് ആലീസിന്റെ അനിയന്റെ കല്യാണത്തിന് വരാതെ കളക്ടറിന്റെ യോഗത്തിന് പോകാനാണ് പരിപാടിയെങ്കിൽ മോഹനേട്ടൻ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ എങ്ങനെയാ? ഞാൻ പറയട്ടെ? മോഹനേട്ടൻ ഒന്നും പറയണ്ട. ഇത്രയും കാലത്തിനിടയ്ക്ക് മോഹനേട്ടന്റെ ഒരാഗ്രഹമെങ്കിലും ഒന്ന് സമ്മതിച്ചു തന്നിട്ടുണ്ടോ? എന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിലും പണ്ടേ കളഞ്ഞിട്ട് പോയെന്നെ. ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ വന്ന് ഞാനെന്നൊരാളെ വീട്ടിലുണ്ടെന്നുള്ള ചിന്ത പോലും മോഹനേട്ടൻ ഇല്ലാതായി പോയി. ഇതൊക്കെ നിന്നെ തോന്നലോ? അല്ല, ഇതൊന്നും എന്റെ തോന്നല്ല മോഹനേട്ടാ. ഭാര്യയോട് പോട്ടെ, വേലക്കാരിയോട് പോലും ഒരാളിങ്ങനെ പെരുമാറിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ മാസം ദാസപ്പൻ വധക്കേസിന്റെ സാക്ഷി വിസ്താരം തുടങ്ങിയ ദിവസം മോഹനേട്ടൻ ഓർമ്മയുണ്ടോ? അന്നത്തെ ദിവസം എല്ലാ ജൂനിയേഴ്സും കോടതിയിൽ കാണണമെന്ന് സദാനന്ദ സാറ് പറഞ്ഞിരുന്നു. പക്ഷേ തഹസിൽദാരുടെ മോളുടെ കല്യാണ നിശ്ചയം അന്നായിരുന്നു. എനിക്ക് കോടതി പോണെന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഹലോ, സാർ സത്യഭാമയാണ്. നാളെയോ? അയ്യോ, അത് നാളെ ചെറിയൊരു പ്രശ്നമുണ്ട് സാർ. എന്തെങ്കിലും തരത്തില് എന്നെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ നോക്കുമോ സാർ? അല്ല, വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാ. ശരി സാർ. എന്താ? അല്ല, ഒരു പ്രശ്നമുണ്ട് മോനട്ടാ. എന്ത് പ്രശ്നം? നാളെ തഹസിൽദാരുടെ മോളുടെ കല്യാണ നിശ്ചയമല്ലേ? അതാണോ പ്രശ്നം? അതെന്താ പ്രശ്നം? അതല്ല മോഹനേട്ടാ, തഹസിൽദാരുടെ മോളുടെ കല്യാണ നിശ്ചയത്തിന് നമ്മൾ രണ്ടാളും കൂടി പോകണമെന്ന് മോഹനേട്ടൻ പറഞ്ഞതല്ലായിരുന്നോ?
അത് ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുകയും ചെയ്തു. പക്ഷേ ഈ ദാസപ്പൻ വധക്കേസിലെ സാക്ഷി വിസ്താരം നാളെ തുടങ്ങിയാണെന്ന് സദാനന്ദ സാറ് പറഞ്ഞു. പ്രമാദമായ കേസല്ലേ മോഹനേട്ടാ. തോറ്റെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ സദാനന്ദ സാറിന്റെ മാനം പോവും. അതുകൊണ്ട് ജൂനിയർ വക്കീലന്മാരെല്ലാം നാളെ മുതൽ മുഴുവൻ സമയവും കോടതിയിൽ തന്നെ കാണണമെന്നാണ് സദാനന്ദ സാറ് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ച് കല്യാണ നിശ്ചയത്തിന് പോകാമെന്ന് നേരത്തെ തീരുമാനിച്ചതല്ലേ? നീ ഇല്ലാതെ കല്യാണ നിശ്ചയത്തിന് ചെന്നാൽ അവിടെ ഉള്ളവർ ചോദിക്കില്ലേ, ഭാമ എവിടെ മോഹനകൃഷ്ണ, ഭാമ എവിടെ മോഹനകൃഷ്ണ? അതിന് ഞാൻ എന്ത് സമാധാനമാണ് പറയേണ്ടത്? ഇങ്ങനൊരു അത്യാവശ്യം ആയതുകൊണ്ടല്ലേ മോഹനേട്ടാ. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇതിപ്പോ കല്യാണ നിശ്ചയമല്ലേ, കല്യാണത്തിന് നമുക്ക് എന്തായാലും ഒരുമിച്ച് പോവാം. അത് പറ്റില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ലായിരുന്നു. പക്ഷേ ഇത് തഹസിൽദാർ നേരിട്ട് വന്ന് വിളിച്ചതല്ലേ? തഹസിൽദാർ വിളിച്ചപ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് ഞാനും മോഹനേട്ടനും ഒന്നിച്ചങ്ങ് വന്നോളാണ്? അന്ന് പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നല്ലോ ദാസപ്പൻ വധക്കേസിന്റെ സാക്ഷി വിസ്താരം കൃത്യം നാളെ തന്നെ തുടങ്ങുമെന്ന്. മോഹനേട്ടാ എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ പ്ലീസ്. പ്ലീസ്. ശരി, നിന്റെ ഇഷ്ടം നടക്കട്ടെ. അല്ലാതെ ചെയ്യാനാ? ഇനി ഇതിന്റെ പേരിൽ ഞാൻ ദേഷ്യപ്പെട്ട നീ ആ കല്യാണത്തിന് വരില്ല. അല്ല, എന്ത് ചെയ്യാൻ പോണു? തഹസിൽദാരെ വിളിച്ച് ഇപ്പോഴേ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നാളെ അവിടെ വെച്ച് നീ ഇല്ലെന്ന് കാണുമ്പോ പുള്ളിക്ക് അത് ഇഷ്ടക്കേടാവും. തഹസിൽദാരെ പിണക്കാൻ നോക്കേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ? അല്ല മോഹനേട്ടാ, ഇപ്പൊ വിളിക്കണ്ട, വിളിക്കണ്ടെന്ന്. എന്തായാലും മോഹനേട്ടനെ ഇങ്ങനെ സങ്കടപ്പെടുത്തിട്ട് നാളെ കോടതിയിൽ പോയാലും എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. സദാനന്ദ സാറിനോട് ഞാൻ എന്തെങ്കിലും ഒരു ഒഴിവ് പറഞ്ഞോളാം. മോഹനേട്ടനോട് ഞാൻ വരാം നാളെ കല്യാണ നിശ്ചയത്തിന്. ഞാൻ കാരണം എന്റെ വില്ലേജ് ഓഫീസർ സങ്കടപ്പെട്ട പിന്നെ എനിക്ക് സഹിക്കുവോ? നീ ഇപ്പൊ ചെയ്ത ഈ ഉപകാരത്തിന് നീ ആവശ്യപ്പെടുമ്പോ ഞാൻ പ്രത്യുപകാരം ചെയ്തിരിക്കും. ഇത് മോഹനകൃഷ്ണന്റെ വാക്ക്. എനിക്കൊന്ന് വാശി പിടിച്ച് വരാതിരിക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ടാ? താലൂക്ക് ഓഫീസറുടെ മകളുടെ കല്യാണ നിശ്ചയത്തിന് മോഹനേട്ടൻ ഒറ്റയ്ക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ എവിടെ എന്ന് നാട്ടുകാരൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന് തന്നെയായിരിക്കും അതിന്റെ നാണക്കേട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് കല്യാണ നിശ്ചയത്തിന് കൂടെ വന്നത്. അതിന്റെ പേരില് സദാനന്ദ സാറ് എന്നെ എന്തുമാത്രം വഴക്ക് പറഞ്ഞത് മോഹനേട്ടൻ അറിയാമോ? എന്നെന്താ നീ ഒരു കാര്യം സമ്മതിക്കാത്തത്? മോഹനേട്ടൻ പല ന്യായങ്ങളും പറയും. ഈ കളക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് നിനക്ക് അറിയാമോ? കളക്ടർ വിളിക്കുന്ന യോഗത്തിൽ ഒരു വില്ലേജ് ഓഫീസർ ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ആകാശം ഇടിഞ്ഞ് വീഴും. ഈ ഭൂമിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തന്നെ കളക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസറും കൂടെ ചേർന്നിട്ടാണ്. അങ്ങനെ പലതും. എനിക്ക് ഇതൊന്നും അറിയണ്ട. മോഹനേട്ടാ, ഒരൊറ്റ ചോദ്യമുള്ളൂ. കളക്ടറുടെ യോഗത്തിന് പോയേ പറ്റൂ എന്നത് മോഹനേട്ടന്റെ അവസാനത്തെ തീരുമാനമാണോ? അതെ, ആ യോഗത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. ഭാമേ, നീ വിചാരിക്കുന്ന പോലെ ചെറിയൊരു യോഗമല്ലത്. ഇതൊന്നും എനിക്കറിയണ്ട. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ കൂടെ കല്യാണത്തിന് വരാതെ കളക്ടറുടെ യോഗത്തിന് പോകാനാണ് മോഹനേട്ടന്റെ തീരുമാനമെങ്കിൽ ഇനി എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഉത്തമൻ എവിടെയാ? എനിക്ക് ഉത്തമൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വീട്ടിലേക്ക് വന്നാ മതി, അത്യാവശ്യമാണ്. ശരി. നീ എന്തിനാ ഉത്തമനെ വിളിച്ചത്? ഉത്തമ വരട്ടെ, ഞാൻ ശരിയാക്കി തരാം. നിനക്ക് എന്തിന്റെ അസുഖ ഭാമേ?
ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വെച്ചാല് പറഞ്ഞൊരു വലിയ വക്കീല. പക്ഷെ ഒരു കാര്യം പറയുമ്പോ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ വാശിയും വൈരാഗ്യവും. ഞാൻ വക്കീലാണ്. ഒരു വക്കീലായിരിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് ഞാൻ ഇന്ന് കാണിച്ചത് മോഹനേട്ടന്. എന്നോട് കല്യാണത്തിന് വരാൻ നീക്കുമ്പോ കളക്ടറുടെ യോഗത്തിനെ കുറിച്ച് മോഹനേട്ടൻ അറിയില്ലായിരുന്നു. ഇപ്പോ കളക്ടറുടെ യോഗം കൊണ്ടെന്ന് അറിഞ്ഞപ്പോ പറഞ്ഞതെല്ലാം അങ്ങ് വിഴുങ്ങി. ഇനി മോഹനോട് തർക്കം ചെയ്യിക്കാൻ വേണ്ടി പറയും കല്യാണത്തിന് വരാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടേ ഇല്ല എന്ന്. അതുണ്ടാവാതെ നോക്കേണ്ടത് ഒരു വക്കീൽ എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണല്ലോ. ഇന്നലെ കല്യാണത്തിന്റെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുമ്പോ ഉത്തമൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. ഉത്തമൻ രാവിലെ സാറേ, ആ സുകുമാരന്റെ സ്ഥലം ഒന്ന് അളന്നു കൊടുക്കാമെന്ന് ചോദിച്ചുകൊണ്ട് അവൻ എന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 2 ആയി. സാറ് തന്നെ അളക്കണമെന്ന് അവനൊരു നിർബന്ധം. എങ്ങനെയെങ്കിലും കുറച്ച് സമയം ഉണ്ടാക്കി നാളെ തന്നെ അതൊന്ന് ചെയ്തു തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരം. നാളെ എപ്പോ? അല്ല പിന്നെ നാളെ എപ്പോഴായാലും അത് നടക്കില്ല മോഹനേട്ടാ. നാളെ 28-ാം തീയതി അല്ലേ? ആലീസ് ഇവിടെ വന്ന് കല്യാണം വിളിച്ചത് അങ്ങ് മറന്നുപോയോ? ഓ, അത് ഞാൻ മറന്നുപോയി. ഭാമയുടെ കൂടെ ലോ കോളേജിൽ പഠിച്ചൊരു സുഹൃത്താ. ഇവിടെ വന്ന് കല്യാണം വിളിച്ചപ്പോ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞുപോയി. മോഹനേഷ് ഒരു വാക്ക് പറഞ്ഞ വാക്കല്ലേ? ഉത്തമ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലമായി. ഇതുവരെ എന്റെ ഏതെങ്കിലും കൂട്ടുകാരുടെയോ കൂടെ ജോലി ചെയ്യുന്നവരുടെയോ കല്യാണത്തിനോ പിറന്നാളിനോ എന്റെ മോഹനയുടെ കൂടെ വന്നിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് വരാന്ന് സാറ് സമ്മതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുകുമാരന്റെ സ്ഥലവളക്കലെന്നല്ല, ഇനി അമ്പിളിയമ്മാവനെ കിട്ടുമെന്ന് പറഞ്ഞാലും നാളെ ഈ സാറിനെ വിടുന്ന പ്രശ്നമില്ല. ഉത്തമ, നാളെ ഞാൻ ലീവാ. കല്യാണം കഴിഞ്ഞ് വരാൻ വൈകും. മറ്റന്നാൾ രാവിലെയോ വൈകിട്ടോ സുകുമാരന്റെ പുരാള് നോക്കാം. എന്ത് പറയുന്നു? അല്ല, ഇനിയിപ്പം സാറിന് കല്യാണത്തിന് പോണെങ്കിൽ പിന്നെ മറ്റന്നാളല്ലേ നടക്കൂ. നാളെ കല്യാണം നടക്കട്ടെ, മറ്റന്നാ നമുക്ക് സ്ഥലം അളക്കാം. അമ്മേ, ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം. ഇതിലേക്ക് ഉത്തമനെ വലിച്ചിറക്കുന്ന എന്തിനാ? ആദ്യം ഉത്തമൻ വരട്ടെ. വില്ലേജ് ഓഫീസർ ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഉത്തമന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. എന്നിട്ട് വേണം ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ. എന്ത് തീരുമാനിക്കാൻ? നീ ഒന്നും തീരുമാനിക്കുന്നില്ല. നീ പറയുന്നത് കേട്ടാൽ ഞാൻ എന്തോ വലിയ തെറ്റിയത് പോലെ തോന്നുമല്ലോ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് എന്റെ മേലധികാരികളായ തഹസിൽദാരെയും കളക്ടറെയും ഒക്കെ അനുസരിച്ചേ പറ്റൂ. ഞാൻ കളക്ടർ വിളിച്ച യോഗത്തിൽ പോകും. ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ പോകും. അതിന്റെ പേരിൽ നീ വഴക്കുണ്ടാക്കിയല്ല, എന്നെ ഇനിയിപ്പോ ഡൈവോഴ്സ് ചെയ്താൽ പോലും ഞാൻ പോകും. വെറുതെ കാര്യം അറിയാതെ പേടിപ്പിക്കാൻ നോക്കല്ലേ ഭാമേ. അങ്ങനെ പേടിക്കുന്ന ആളല്ല കെ മോഹനേഷ് എന്ന കാര്യം നിനക്ക് അറിയില്ല. ആണ് ഘട്ടം. മോഹനേട്ടാ, എന്ന് രക്ഷപ്പെടുന്ന പോലെ ഇന്ന് രക്ഷപ്പെടാവുന്ന മോഹനേട്ട കരുതണ്ട. ഇത് ഞാൻ വിട്ടു തരില്ല. 9:30 ആകുമ്പോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 11 മണിയാകുമ്പോഴേക്കും നമ്മൾ കല്യാണ സ്ഥലത്തെത്തും. അവിടെ നിന്ന് കല്യാണവും ഊണും ഒക്കെ കഴിച്ച് ഒരു 2:30 തിരിച്ചിട്ടുണ്ടെങ്കിൽ 4 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തും. അത് കഴിഞ്ഞ് മോഹനേട്ട എവിടെയാന്ന് വെച്ചാൽ പോകും. മോഹനേട്ടോടാ ഞാൻ പറഞ്ഞത്. ഇനി ഇങ്ങനെ മിണ്ടാതിരുന്നൊരു വല്ല കാര്യമുണ്ടോ? മണി 9 ആകാൻ പോകുന്നു. കല്യാണത്തിന് പോകാനുള്ളത് കൊണ്ട് ഇവിടെ അത്യാവശ്യമുള്ള ജോലികളൊക്കെ ചെയ്തിരിക്കണ്ടേ? വെറുതെ എന്റെ പിന്നാലെ നടന്ന് വഴക്കുണ്ടാക്കാൻ നോക്കിയാൽ ഒടുവിൽ പറഞ്ഞ സമയത്ത് നിനക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അതിനും കുറ്റം എനിക്കാവും. അയ്യോ, ഒരു പാവം. എന്റെ ജോലി തിരക്കിനെ പറ്റിയൊക്കെ എന്തൊരു സഹതാപം എന്റെ മോഹനേട്ടന്. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് സമയത്തിന് ഇറങ്ങാനും എനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാൻ ഇറങ്ങുമ്പോ മോഹനേട്ടനും എന്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം. എന്നെ കൊണ്ട് ഒച്ച ഉണ്ടാക്കാൻ വയ്യ. നീ ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞ് എന്നെ പ്രകോപിപ്പിച്ചാലും ഞാൻ എന്തെങ്കിലും മിണ്ടോ നീ കരുതേം വേണ്ട. മോഹനേട്ടൻ മിണ്ടില്ല. കാരണം മിണ്ടാൽ മോഹനേട്ടന്റെ പക്ഷത്ത് ന്യായമൊന്നുമില്ല. എന്തെങ്കിലും ന്യായം ഉണ്ടായിരുന്നെങ്കിൽ മോഹനേട്ടനെ ഇപ്പൊ കൊന്നു കൊല വിളിക്കില്ലായിരുന്നോ? ഉത്തമൻ, ഉത്തമനെ കണ്ട് സംസാരിക്കുന്നതിന് മുന്നേ എനിക്ക് മോഹനേട്ടന്റെ അവസാന തീരുമാനം അറിയണം. കളക്ടറുടെ യോഗത്തിന് പോയേ പറ്റുമെന്നത് മോഹനേട്ടന് നിർബന്ധമാണോ? ഒരു സംശയം വേണ്ട. ഞാൻ കളക്ടർ വിളിച്ച യോഗത്തിൽ പോകും. അതിലൊരു മാറ്റവും ഇല്ല.
യാതൊരു കാരണവശാലും ഇല്ല. ഭാമേ, അതങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു യോഗമല്ല. ജില്ലാ കളക്ടർ എന്ന് വെച്ചാൽ ആരാണെന്ന് എന്റെ വിചാരം? ജില്ലാ കളക്ടറിന് അവർക്ക് ദൈവമൊന്നുമല്ലോ. ശരി, കാര്യം നടക്കട്ടെ. ഉത്തമനെ കാണാൻ വരുന്നില്ലേ? ഞാൻ എന്തിനാ വരുന്നത്? നീയല്ലേ ഉത്തമനെ വിളിച്ചു വരുന്നത്? മോഹനേട്ടൻ വരില്ല. ഇപ്പൊ ഉത്തമന്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ മാനം പോവല്ലോ. വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്ന് വില്ലേജ് ഓഫീസർ നാഴിക്ക് 40 വട്ടം പറയുന്നത് വെറും വീമ്പ് പറച്ചിലാണെന്ന് ഉത്തമന് മനസ്സിലാവൂലോ. മോഹനേട്ടൻ വരണ്ട. ഉത്തമനോട് പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞോളാം. നമസ്കാരം വക്കീലെ. ഉത്തമൻ താമസിച്ചത്? അല്ല, വക്കീൽ വിളിച്ചപ്പോ ഞാൻ സുലൈമാന്റെ കടയിൽ നിൽക്കായിരുന്നു. ഇന്നലെ ആഫീസിൽ നിന്ന് വരുന്ന വഴി സാർ അവിടെ കയറി ഒരു പ്രസന്റേഷൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന് ഏതോ കല്യാണത്തിന് പോകുമെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ വഴി വെച്ച് കണ്ടപ്പോ രാവിലെ സുലൈമാന്റെ കടയിൽ നിന്ന് ഇത് കൊണ്ടുവരാൻ എന്നെ ഏൽപ്പിച്ചതാണ് സാറ്. ഓ, പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ വില്ലേജ് ഓഫീസർ കാശ് മുടക്കി തുടങ്ങി. ഉത്തമന്റെ കാര്യം മനസ്സിലായില്ല? ഇല്ല. എന്റെ കൂടെ ലോ കോളേജിൽ പഠിച്ച ആലീസിന്റെ അനിയന്റെ കല്യാണമല്ലേ ഇന്ന്. ആലീസ് വന്ന് കല്യാണം വിളിച്ചപ്പോഴേ മോഹനേട്ടന് സമ്മതിച്ചതാണ് കൂടെ വരാന്ന്. ഇന്നലെ ഇവിടെ വെച്ച് ഉത്തമൻ നിൽക്കുമ്പോ മോഹനേട്ടൻ അത് ആവർത്തിച്ച് പറഞ്ഞു. ശരിയല്ലേ? അതെ, ശരിയാണ്. പക്ഷെ ഇന്ന് നേരം വെളുത്തപ്പോ വില്ലേജ് ഓഫീസർ നിറം മാറി. കല്യാണത്തിന് വരാൻ കഴിയില്ല. ഇങ്ങനൊരു പ്രസന്റേഷൻ വാങ്ങേണ്ട കാര്യം ഞാനൊന്നും സൂചിപ്പിച്ചിട്ട് പോലുമില്ല. കാല് പിടിച്ച് പറഞ്ഞാ പോലും കാശ് മുടക്കി ഇങ്ങനൊരു വസ്തു വാങ്ങാത്ത മോഹനേട്ടൻ ഇന്ന് കല്യാണത്തിന് വരാതിരിക്കാൻ വേണ്ടി എന്നെ സോപ്പിടാൻ ഈ സാധനം വാങ്ങി. പക്ഷേ ഇതിലൊന്നും ഈ സത്യഭാമ വീഴില്ല. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ബാക്കി കാര്യമുള്ളൂ ഉത്തമ. അല്ല, കല്യാണത്തിന് വരൂലെന്ന് സാറ് പറഞ്ഞ? അല്ല വക്കീലെ, ഇന്നലെ വൈകിട്ട് കണ്ടപ്പോഴും കല്യാണത്തിന് പോകുന്നു എന്നാണല്ലോ സാർ എന്റെ അടുത്ത് പറഞ്ഞത്. ഇന്ന് സാർ ലീവാണെന്നും പറഞ്ഞു. അയ്യോ, അത് ഇന്നലെ പറഞ്ഞതല്ലേ. ഇന്ന് രാവിലെയല്ലേ കഥയെല്ലാം മാറിയത്. താലൂക്ക് ഓഫീസിലെ സഹദേവൻ വിളിച്ച് കളക്ടർ പങ്കെടുക്കുന്ന എന്തോ യോഗത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മോഹനേട്ടൻ അതിനല്ലേ പോവുള്ളൂ. മോഹനേട്ടന്റെ സ്വന്തം അച്ഛനെക്കാട്ടിലും മോഹനേട്ടന് വലുത് ജില്ലാ കളക്ടറല്ലേ. ചുമ്മാരി വക്കീൽ എന്തൊക്കെയാ പറയുന്നത്? കളക്ടർ താലൂക്ക് ഓഫീസ് വരുന്ന നാളെ അല്ലേ? പറഞ്ഞു. അത് മോഹനേട്ടൻ സാർ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതല്ലേ? സുകുമാരന്റെ സ്ഥലം അളക്കായി ഇന്ന് വരുമോ എന്ന് ഞാൻ ഇന്നലെ ചോദിച്ചതല്ലേ? അപ്പൊ വക്കീൽ പറഞ്ഞു ഇന്നൊരു കല്യാണം ഉണ്ടെന്ന്. അങ്ങനെയാണല്ലോ സ്ഥലം അളക്കൽ നാളത്തേക്ക് മാറ്റിയത്. ഇന്നലെ വൈകിട്ട് കണ്ടപ്പോ മോഹനേട്ടൻ സാറ് മറ്റന്നാള്, അതായത് നാളെ കളക്ടർ പങ്കെടുക്കുന്ന യോഗമുണ്ട്, അതുകൊണ്ട് സ്ഥലമളക്കൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാ ഉത്തമ എന്ന് എന്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്റെ വക്കീലെ, സത്യമായിട്ട് കളക്ടർ ഇന്നല്ല വരുന്നത്, നാളെയാണ്. ഇതങ്ങോട്ട് പിടിച്ചേ, എനിക്ക് പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. പിടി. ചുമ്മാ പിച്ചും വേയും പറയുന്നു. കളക്ടർ നാളെയാണോ വരുന്നത്? എന്താണ് യോഗം എന്ന് മോഹനേട്ടൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. കളവായോ? കളക്ടറുടെ യോഗം എന്നാ? നാളെ. അപ്പൊ സഹദേവനോട് പറഞ്ഞതോ? എന്ത് പറഞ്ഞു? താലൂക്ക് ഓഫീസിൽ കാണാന്ന് പറഞ്ഞു. കല്യാണത്തിന് എന്നോട് വരില്ലെന്ന് പറഞ്ഞതോ? ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്നോട് കല്യാണത്തിൽ വരുന്നുവെന്ന് ഒരു പ്രാവശ്യം പോലും ചോദിച്ചിട്ടില്ല. ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു കല്യാണത്തിൽ വരുന്നുണ്ടെന്ന്. പക്ഷെ നീ ചോദിച്ചത് മുഴുവൻ ഒരൊറ്റ ചോദ്യം മാത്രമാണ്. കളക്ടറുടെ യോഗത്തിൽ പോകണമെന്നുള്ളത് നിർബന്ധമാണോ എന്ന്. ഞാൻ പറഞ്ഞു കളക്ടറുടെ യോഗത്തിൽ പോകും എന്ന്. യോഗം നാളെയാണല്ലോ. പക്ഷെ അതെന്താ മോഹനേട്ടാ അങ്ങനെ പറ്റിയത്? എടുത്തു ഞാൻ ഫോണിൽ സഹദേവനോട് പറഞ്ഞത് മാത്രമേ നീ കേട്ടുള്ളൂ. സഹദേവൻ എന്നോട് പറഞ്ഞത് നീ കേട്ടില്ല. അത് മാത്രമല്ല,
കാര്യമറിയാതെ വഴക്കുണ്ടാക്കല്ലേ ഭാമേ എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. അപ്പോഴൊന്നും നീ എന്നെ മിണ്ടാൻ സമ്മതിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ നിന്നാ മതിയോ? ഇവിടുത്തെ ജോലിയൊക്കെ തീർത്തിട്ട് നമുക്ക് കല്യാണത്തിൽ പോണ്ടേ? മണി 9 കഴിഞ്ഞു. അയ്യോ സോറി. സോറിയൊന്നും വേണ്ട. മോഹനേഷൻ വാക്ക് പാലിക്കുന്നു പറയുന്നത് വീമ്പളക്കലാണോ? ഒട്ടുമല്ല. എന്റെ വില്ലേജ് ഓഫീസർ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കല്ലേ? മുൻവിധികളാണ് പലപ്പോഴും കുഴപ്പമുണ്ടാക്കുന്നത്. ആള് മോഹനകൃഷ്ണൻ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് സത്യഭാമ മുൻകൂട്ടി ചിന്തിച്ച് പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. എന്തായാലും വക്കീലിന്റെ മോഹം വില്ലേജ് ഓഫീസർ സാധിച്ചു കൊടുത്ത നിലയ്ക്ക് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാം.